ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാലോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ കുരുമുളക് പൊടി ഇതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പോടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പം നമ്മളൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ചെമ്മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ മതി. അത് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് ചെമ്മീനൊന്നും അധികം നേരം വേവേണ്ട ആവശ്യമില്ലല്ലോ. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബറി ആയി പോവും. അതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമില്ല. കുറച്ച് ഉള്ളി ഇങ്ങനെ സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പാനിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. നമുക്കിനി റൈസ് ഇതിനകത്തോട്ട് ചേർക്കണം. അതുകൊണ്ട് ഇതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടായിട്ടുള്ള ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ചെമ്മീനോട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് സവാള ഇതുപോലെ നമുക്കൊന്ന് ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയില അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടാലും മതി, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റൈസ് റെഡി ആയിട്ടുണ്ട്.